നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു വ്യക്തിയുണ്ടാകും. അവർ സംസാരിക്കാൻ തുടങ്ങിയാൽ നമ്മൾ അറിയാതെ അവരിലേക്ക് ആകർഷിക്കപ്പെടും. അവർ പറയുന്നത് ശരിയോ തെറ്റോ ആകട്ടെ, അവരുടെ ശബ്ദത്തിലും വാക്കുകളിലും നമ്മളെ പിടിച്ചിരുത്തുന്ന എന്തോ ഒന്നുണ്ടാകും. എന്നാൽ മറ്റു ചിലരുണ്ട്, അവർ എത്ര നല്ല കാര്യം പറഞ്ഞാലും നമുക്ക് കേൾക്കാൻ തോന്നില്ല, അല്ലെങ്കിൽ അവരുടെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും. എന്തുകൊണ്ടാണിങ്ങനെ സംഭവിക്കുന്നത്? ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ പോലും എങ്ങനെ മനോഹരമായി അവതരിപ്പിക്കാം? ഇതിനെക്കുറിച്ച് 2000 വർഷങ്ങൾക്കു മുൻപ് ഭാരതം കണ്ട ഏറ്റവും വലിയ ബുദ്ധിമാനായ ആചാര്യ ചാണക്യൻ കൃത്യമായ നിയമങ്ങൾ എഴുതിവച്ചിട്ടുണ്ട്. ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആയുധം അയാളുടെ നാവാണ്. ആ നാവ് ഉപയോഗിച്ച് ഒരാൾക്ക് ലോകം കീഴടക്കാം, അല്ലെങ്കിൽ സ്വന്തം നാശം വിളിച്ചുവരുത്താം. സംസാരം കൊണ്ട് ഒരാളെ എങ്ങനെ കയ്യിലെടുക്കാം എന്നതിനെക്കുറിച്ചുള്ള ചാണക്യരഹസ്യങ്ങൾ നമുക്ക് നോക്കാം. 1. കേൾക്കാൻ പഠിക്കുക. സംസാരം കൊണ്ട് ഒരാളെ സ്വാധീനിക്കാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മിണ്ടാതിരിക്കുക എന്നതാണ്. ഇതൊരു വൈരുദ്ധ്യമായി തോന്നാം, പക്ഷെ ചാണക്യൻ പറയുന്നത് ഒരു നല്ല സംസാരക്കാരനാകുന്നതിനു മുൻപ് നിങ്ങളൊരു നല്ല ശ്രോതാവാകണമെന്നാണ്. ഒരാൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവർക്ക് പൂർണ്ണമായ ശ്രദ്ധ നൽകുക. അവർ പറഞ്ഞു തീരുന്നതുവരെ കാത്തിരിക്കുക. ആളുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം സ്വന്തം കാര്യങ്ങൾ പറയാനാണ്. അവരെക്കുറിച്ച് സംസാരിക്കാൻ അവർക്ക് അവസരം നൽകുക. നിങ്ങൾ അവരെ ശ്രദ്ധിക്കുന്നുവെന്ന് തോന്നുമ്പോൾ അവർ അറിയാതെ നിങ്ങളെ വിശ്വസിക്കാൻ തുടങ്ങും. ഡേറ്റിംഗിൽ ഇത് വളരെ പ്രധാനമാണ്. പങ്കാളി പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുന്ന ഒരാൾക്ക് അവരെ വളരെ എളുപ്പത്തിൽ സ്വാധീനിക്കാൻ കഴിയും. 2. മധുരമായ സംസാരം. ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ പറയുന്നു, പ്രിയവാക്യ പ്രധാനേന സർവേ തുഷ്യന്തി ജന്തവഃ. അതായത്, മധുരമായി സംസാരിക്കുന്നതിലൂടെ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളെയും സന്തോഷിപ്പിക്കാൻ സാധിക്കും. നമ്മൾ ഡേറ്റിംഗിലായാലും ബിസിനസ്സിലായാലും ആളുകൾക്ക് നമ്മളോട് അടുപ്പം തോന്നാൻ ആദ്യം വേണ്ടത് നമ്മുടെ വാക്കുകളിലെ ലാളിത്യവും മധുരവുമാണ്. നിങ്ങൾ ഒരാളോട് തർക്കിക്കുകയാണെങ്കിൽ പോലും അത് വളരെ മാന്യമായ വാക്കുകളിൽ ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് ബഹുമാനം തോന്നും. കൈപ്പുള്ള സത്യങ്ങൾ പോലും മധുരത്തിൽ പൊതിഞ്ഞ് പറയാൻ ശീലിക്കുക. 3. സാഹചര്യത്തിനനുസരിച്ചുള്ള സംസാരം. ചാണക്യൻ പറഞ്ഞിരുന്നു, യഥാ രാജ തഥാ പ്രജ. ഇത് സംസാരത്തിന്റെ കാര്യത്തിലും സത്യമാണ്. നിങ്ങൾ ആരുടെ മുന്നിലാണോ നിൽക്കുന്നത്, അവരുടെ നിലവാരത്തിനും സാഹചര്യത്തിനുമനുസരിച്ച് സംസാരിക്കുക. അറിവുള്ളവരുടെ മുന്നിൽ വിനയത്തോടെയും വിവരത്തോടെയും സംസാരിക്കുക. അഹങ്കാരികളുടെ മുന്നിൽ മൗനം പാലിക്കുകയോ അല്ലെങ്കിൽ അവരെ പുകഴ്ത്തിക്കൊണ്ട് അവരുടെ ശ്രദ്ധ തിരിക്കുകയോ ചെയ്യുക. സ്നേഹമുള്ളവരുടെ മുന്നിൽ ഹൃദയം തുറന്ന് സംസാരിക്കുക. നിങ്ങൾ സംസാരിക്കാൻ തിരഞ്ഞെടുക്കുന്ന വാക്കുകൾ കേൾക്കുന്ന ആളുടെ താൽപ്പര്യങ്ങൾക്ക് അനുസരിച്ചാണെങ്കിൽ അവർക്ക് നിങ്ങളോട് പെട്ടെന്ന് ഒരു കണക്ഷൻ തോന്നും. ഇതിനെയാണ് ആധുനിക മനഃശാസ്ത്രം മിററിംഗ് എന്ന് വിളിക്കുന്നത്. 4. സത്യവും വിശ്വാസ്യതയും. എപ്പോഴും നുണ പറഞ്ഞ് ഒരാളെ വശീകരിക്കാൻ ശ്രമിക്കുന്നത് താൽക്കാലികം മാത്രമാണ്. ചാണക്യൻ പറയുന്നത് നുണകൾ കൊണ്ട് കെട്ടിപ്പൊക്കിയ ബന്ധങ്ങൾ മണലിൽ പണിത വീട് പോലെയാണെന്നാണ്. എന്നാൽ സത്യം പറയുമ്പോൾ അത് പരുഷമാകരുത്. സത്യം പറയുക, അത് മധുരമായി പറയുക. അപ്രിയമായ സത്യങ്ങൾ പറയേണ്ട സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കുക. നിങ്ങളുടെ വാക്കുകളിൽ സത്യസന്ധതയുണ്ടെങ്കിൽ നിങ്ങളുടെ ശബ്ദത്തിൽ ഒരു പ്രത്യേക ആത്മവിശ്വാസം നിറയും. ആ ആത്മവിശ്വാസമാണ് ആളുകളെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നത്. 5. രഹസ്യങ്ങൾ സൂക്ഷിക്കുക. നിങ്ങളുടെ സംസാരം മൂല്യമുള്ളതാകണമെങ്കിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും വിളിച്ചു പറയരുത്. ചാണക്യന്റെ അഭിപ്രായത്തിൽ സ്വന്തം രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിയാത്തവനെ ആരും ബഹുമാനിക്കില്ല. സംസാരത്തിനിടയിൽ നിങ്ങളുടെ വ്യക്തിപരമായ പ്ലാനുകളോ ബലഹീനതകളോ വെളിപ്പെടുത്തുന്നത് ഒഴിവാക്കുക. നിങ്ങൾ കുറച്ചുമാത്രം സംസാരിക്കുകയും അത് കൃത്യമായ അറിവോടെയാവുകയും ചെയ്യുമ്പോൾ ആളുകൾ നിങ്ങളുടെ വാക്കുകൾക്കായി കാതോർക്കും. നിഗൂഢതയെന്നത് ആകർഷണത്തിന്റെ ഒരു പ്രധാന ഘടകമാണ്. 6. സംസാരത്തിലെ മിതത്വം. അമിതമായി സംസാരിക്കുന്നവർക്ക് വിഡ്ഢിത്തങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് ചാണക്യൻ താക്കീത് നൽകുന്നു. നിങ്ങൾ എത്രത്തോളം കുറച്ച് സംസാരിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ വാക്കുകൾക്ക് വില കൂടും. സംസാരത്തിനിടയിൽ ആവശ്യത്തിന് വിടവുകൾ അഥവാ പോസസ് നൽകുക. ഒരു കാര്യം പറഞ്ഞതിനു ശേഷം മറ്റേയാൾക്കത് ചിന്തിക്കാൻ സമയം നൽകുക. അനാവശ്യമായി വാചാലനാകുന്നത് നിങ്ങളുടെ ബൗദ്ധിക നിലവാരത്തെ കുറച്ചു കാണിക്കാൻ മാത്രമേ സഹായിക്കൂ. അർത്ഥവത്തായ ചുരുക്കം വാക്കുകൾ ഉപയോഗിച്ച് ഒരാളെ സ്വാധീനിക്കുന്നതാണ് യഥാർത്ഥ ബുദ്ധി. 7. റിലേഷൻഷിപ്പിലെ ചാണക്യതന്ത്രം. ചാണക്യൻ പറയുന്നത് സ്ത്രീകളെയും പുരുഷന്മാരെയും അവരുടെ താൽപ്പര്യങ്ങൾ അറിഞ്ഞുവേണം സമീപിക്കാൻ എന്നാണ്. പങ്കാളിയെ പുകഴ്ത്താൻ ഒരിക്കലും മടിക്കരുത്. പക്ഷേ ആ പുകഴ്ത്തൽ ആത്മാർത്ഥമായിരിക്കണം. അവരുടെ ചെറിയ നേട്ടങ്ങളെപ്പോലും വാക്കുകൾ കൊണ്ട് അഭിനന്ദിക്കുക.
അവർക്ക് തങ്ങൾ സ്പെഷ്യലാണെന്ന് തോന്നുമ്പോൾ അവർ നിങ്ങളിലേക്ക് കൂടുതൽ അടുക്കും. പരുഷമായ വാക്കുകൾ ഒരു ബന്ധത്തെ കാട്ടുതീ പോലെ നശിപ്പിക്കും. എന്നാൽ മൃദുവായ വാക്കുകൾ ആ ബന്ധത്തെ തളർപ്പിക്കും. 8. സംസാരത്തിലെ ആത്മവിശ്വാസം. വാക്കുകൾ പോലെ തന്നെ പ്രധാനമാണ് അത് പറയുന്ന രീതിയും. ചാണക്യൻ ഒരു മികച്ച നയതന്ത്രജ്ഞനായിരുന്നു. അദ്ദേഹം സംസാരിക്കുമ്പോൾ ശബ്ദത്തിൽ ഉറപ്പും വ്യക്തതയുമുണ്ടായിരുന്നു. നിങ്ങളൊരാളെ വശീകരിക്കാൻ നോക്കുമ്പോൾ പതറാതെ സംസാരിക്കുക. കണ്ണിനോട് കണ്ണു നോക്കി സംസാരിക്കുന്നത് നിങ്ങളുടെ സത്യസന്ധതയെ കാണിക്കുന്നു. താഴ്ന്നതും എന്നാൽ ഗാംഭീര്യമുള്ളതുമായ ശബ്ദം ആളുകളിൽ ബഹുമാനമുളവാക്കും. നിങ്ങളുടെ ശരീരഭാഷയും വാക്കുകളും ഒരേ സന്ദേശം നൽകുന്നു എന്ന് ഉറപ്പുവരുത്തുക. സുഹൃത്തുക്കളെ, ചാണക്യൻ പഠിപ്പിച്ച ഈ പാഠങ്ങൾ വെറും തന്ത്രങ്ങളല്ല, അവ ജീവിത മൂല്യങ്ങളാണ്. മധുരമായ സംസാരം, മറ്റുള്ളവരെ കേൾക്കാനുള്ള മനസ്സ്, സാഹചര്യത്തിനനുസരിച്ചുള്ള പെരുമാറ്റം, ഇവയെല്ലാം നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമാക്കുക. നിങ്ങളുടെ വാക്കുകൾ മറ്റൊരാൾക്ക് ആശ്വാസമാകണം, ആവേശമാകണം. സംസാരം കൊണ്ട് ഒരാളെ വശീകരിക്കുക എന്നതിനർത്ഥം അവരെ ചതിക്കുക എന്നല്ല, മറിച്ച് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. ചാണക്യൻ പറഞ്ഞതുപോലെ, നല്ല വാക്കുകൾ പറയുന്ന ഒരാൾക്ക് ഈ ഭൂമിയിലൊന്നും അസാധ്യമല്ല. ഈ തത്വങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിച്ചു നോക്കൂ, മാറ്റങ്ങൾ നിങ്ങൾക്കും അനുഭവപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാണക്യന്റെ കൂടുതൽ തന്ത്രങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.